ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി കൂട്ടായ്മയാണ് കേട്ടോ. ഞങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി മലയാളീസ് ഉണ്ട്, പ്രത്യേകിച്ച് കണ്ണൂരുള്ള മലയാളീസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ണൂർക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർക്കാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷൻ്റെ ആനുവൽ ഗെറ്റ് ടുഗദറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. അപ്പോൾ ഇതേ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഹസ്ബൻഡും മോളൊക്കെ കമ്മിറ്റി മെമ്പർ ആയത് കാരണം അവർ രണ്ടുപേരും നേരത്തെ പോയിട്ടോ. അപ്പോൾ ഉച്ചക്ക് 1 മണി മുതൽ രാത്രി 11 മണി വരെയാണ് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ 1 മണിക്ക് തന്നെ ഹസ്ബൻഡും മോളും 12:30 ആയപ്പോൾ തന്നെ പോയി. ഞാനിപ്പോൾ ഇതേ സമയം ഏകദേശം 3 മണി ആവാറായിട്ടുണ്ട്. ഞാനും മോനും കൂടെ പതുക്കെ പോകാമെന്ന് കരുതി. കാരണം മോൻ ഇങ്ങനെ ഒരുപാട് നേരം എവിടെയെങ്കിലും പോയിരിക്കുന്നവന് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്തിന് മാത്രം പോകാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഞങ്ങളുടെ ഒരു തിരുവാതിരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കേരള സ്റ്റൈലിൽ തന്നെ ഒരുങ്ങിയിട്ട് പോകാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നീറ്റായി ഒരുങ്ങി പോകാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഈ കേരള സ്റ്റൈലിലുള്ള നമ്മുടെ അമ്പോഡ സ്റ്റൈലിലുള്ള ഹെയർ സ്റ്റൈലാണ്. അമ്പോഡ സ്റ്റൈൽ ഞങ്ങളുടെ നാട്ടിൽ പറയാറില്ല, ഞാൻ ഇവിടുന്ന് കേട്ടതാണത്. ഇങ്ങനെ മേലെ ബാക്കിലെല്ലാം കൂടി ചുറ്റിക്കെട്ടി അമ്മക്കെട്ട് കെട്ടുന്ന പോലെ കെട്ടുന്ന അതിനെയാണ് കേട്ടോ. പൂവൊക്കെ വെച്ചിട്ടുള്ള അതെനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. അതായത് സ്വയം കെട്ടാൻ മോൾക്ക് ഡാൻസിനൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് സ്വയം ചെയ്യാൻ അത്രക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ വീട്ടിൽ നിന്നെല്ലാം ചെയ്തിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. കൂടെ ചെയ്യുന്നവരൊക്കെ അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ നന്നായി എന്നല്ല എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഒരുങ്ങിയിട്ട് പോകാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മുടിയൊക്കെ ബാക്കിൽ അങ്ങനെ നമ്മുടെ ഒരു ബണ്ണ് വെച്ചിട്ടാണ് നമ്മൾ കെട്ടി വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോണി കെട്ടിയിട്ട് അത് നമ്മൾ ആ ഒരു ബണ്ണ് അല്ലെങ്കിൽ വട എന്നൊക്കെ പറയും കേട്ടോ, അതിനകത്തേക്ക് കൂടി ഫുള്ള് മുടിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ അത് കവർ ചെയ്ത് വെച്ച് അതിന് നന്നായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നന്നായി ഫിക്സ് ചെയ്ത് കൊടുക്കണം. റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന മുടീനെ നമ്മളിങ്ങനെ 2 ഭാഗമാക്കിയിട്ട് 2 ഭാഗത്തേക്ക് കൂടി ഇതുപോലെ ചുറ്റി വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ എന്നിട്ട് 2 സൈഡിലും ചുറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ട് പിന്നെന്ന് പറയും കേട്ടോ. അതിന് വേറെ എന്തോ ഒരു പേര് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ ചേച്ചി, ഞാൻ മറന്നുപോയി. ഞങ്ങൾ പിന്നെന്നാണ് കേട്ടോ പറയാം. ഷേപ്പിലുള്ള പിന്നാണ്. നമ്മുടെ അമ്മമാരൊക്കെ മുടി ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുത്തി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ച് നന്നായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അത് ശരിക്കും വീഡിയോ കണ്ടില്ല, ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വന്നത്, പക്ഷേ ശരിക്കും കണ്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ അതിന് പൂവും കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒറ്റ റൗണ്ട് പൂ വെക്കുമ്പോൾ തന്നെ ധാരാളം മതിയാവുമായിരുന്നു. പക്ഷേ ഞാൻ ഇതുപോലെയുള്ള പ്രോഗ്രാംസിനൊക്കെ വേണ്ടി വാങ്ങിച്ച് വെച്ച ആർട്ടിഫിഷ്യൽ പൂവാണ്. അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഞാൻ തൽക്കാലത്തേക്ക് അത് തന്നെ എല്ലാം ഫിക്സ് ചെയ്തു. ഇനി ഒറിജിനൽ പൂവ് അവിടെ എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ചേച്ചി വാങ്ങിക്കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അത് ഇവിടുന്ന് ഈ പൂ അഴിച്ച് മാറ്റിയിട്ട് അവിടെ നിന്ന് ഞാൻ ഒറിജിനൽ പൂ വെക്കാനാണ് പ്ലാന്. അപ്പോൾ ഇതേ പൂവൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം, തിരുവാതിരയുടെ കോസ്റ്റ്യൂമാണിത്. എങ്കിൽ കൂടി ഞാൻ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമല്ലേ, ഞാൻ പിന്നെ വേറെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോയില്ല കേട്ടോ. ഇതേ ഡ്രസ്സ് തന്നെ രാത്രി വരെ വെച്ചിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇങ്ങനെ അവിടെയൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. നിവൃത്തിയില്ലാത്ത സമയങ്ങളിലൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും മാക്സിമം ഞാൻ അങ്ങനെ അത് ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ വൈകുന്നേരം രാത്രി വരെ ഇരിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞാലും ഈ ഒരു കോസ്റ്റ്യൂമിൽ, അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ റെഡി ആയിട്ട് പോകാനാണ് പരിപാടി. അപ്പോൾ ഇതേ മാച്ച് ചെയ്തിട്ടുള്ള വളയൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. തിരുവാതിര ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്. അതല്ല ഫംഗ്ഷൻ മാത്രമാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നോർമലി നമ്മൾ കുളിച്ചിട്ട് സാധാരണ നമ്മൾ മലയാളീസ് ഇടുന്നത് പോലെ മുടിയൊക്കെ അഴിച്ചിട്ട് അങ്ങനെയാണ് പോവാറ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നല്ല പണി കിട്ടിയെന്ന് മനസ്സിലായത് കേട്ടോ. എന്താണെന്നല്ലേ ഇത് നെക്ലേസ്. അപ്പോൾ നല്ലൊരു നെക്ലേസ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ നെക്ലേസ് ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയത് കാരണം നെക്ലേസ് കഴുത്തി കൂടി പോകുന്നില്ല. ഒരുപാട് പണിയെടുത്ത് ഇങ്ങനെ കയറ്റിയപ്പോഴേക്കും കെട്ടിവെച്ച മുടിയൊക്കെ നന്നായി എല്ലാം ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മുടിയൊക്കെ പിന്നെ അവിടുത്തെ അങ്ങനെ തന്നെ ഒന്ന് ഒതുക്കി വെച്ച് അങ്ങനെ ഒപ്പിച്ചു, അല്ലാതെ പറ്റിയില്ല. എങ്ങനെയൊക്കെയോ ആ നെക്ലേസ് ഒന്ന് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരുക്കങ്ങൾ കഴിഞ്ഞു. ഇതാണ് കേട്ടോ എൻ്റെ നെക്ലേസ്. അപ്പോൾ ഞാനും മോനും കൂടിയാണ്. ഉച്ചനേരം ഒരു 3 മണി നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ 2 വീലർ എടുത്തിട്ടാണ് പോവാറ്, ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലുണ്ട്. പോരാത്തതിന് മുടിയൊക്കെ കെട്ടി വെച്ചതല്ലേ, കാറ്റിന് നന്നായി പാറും 2 വീലറും കൊണ്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മോനും കൂടെ റിക്ഷയാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്.
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സാരിയൊക്കെ കൊടുത്ത് ഒക്കെ ആകുമ്പോൾ എനിക്ക് ടൂ വീലറിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ മാത്രമല്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല വെയിലുണ്ട്. പൊതുവേ വിയർപ്പ് എനിക്ക് പെട്ടെന്ന് മുഖമൊക്കെ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി വെയിലൊക്കെ കൊള്ളുമ്പോൾ തന്നെ മുഖമൊക്കെ ആകെ വല്ലാതാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെയിലത്ത് പറ്റില്ല എന്ന് കരുതി ഞാനും മോനും ഇതേ റിക്ഷയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനിതേ പോകുമ്പോൾ ഏകദേശം 4 മണിയായി അവിടെ എത്തുമ്പോഴേക്കും തന്നെ. അപ്പോൾ പ്രോഗ്രാമൊക്കെ 1:30 മണിക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആങ്കറിങ് മോളാണ് ഞാൻ സാരി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മലയാളമൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ആങ്കറിങ് അവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. മറ്റ് എല്ലാ കുട്ടികളും സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാൽ പോലും നല്ല മലയാളം നല്ല സ്ഫുടതയോടെയൊക്കെ അത്യാവശ്യം മോൾ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. എഴുതാനും വായിക്കാനൊന്നും വായിക്കാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ അറിയാം, പക്ഷെ എഴുതാനൊന്നും ഇല്ലെങ്കിൽ കൂടിയും നന്നായിട്ട് അവൾ സംസാരിക്കും കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുറേ സിംഗിൾ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അതിനിടയിൽ ഇത് നമ്മുടെ തിരുവാതിരയാണ് കേട്ടോ. ഇത് അപ്പോൾ കാണണം എന്നുള്ളവർക്ക് വേണ്ടി കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ തിരുവാതിര. അതുപോലെ ഇത് ഞങ്ങളുടെ യൂത്ത് വിങ്, അതായത് ഇപ്പോഴത്തെ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ, ഞങ്ങൾ കുറേ ഇതെല്ലാം ഞങ്ങൾ ചെറുപ്പം തൊട്ട് കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ മോളുടെ പ്രായത്തിലുള്ള എൻ്റെ മോളൊപ്പം കളിച്ചു വളർന്ന കുട്ടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ പ്രോഗ്രാം ഇത് പിന്നെ ജസ്റ്റ് വെറുതെ ഇത്തവണ ഒരു രസം അത്രയേ ഉള്ളൂ. റാമ്പ് വാക്ക് എന്ന് പറഞ്ഞിട്ട് ലേഡീസിന് വേണ്ടി കേരള തീം കൊടുത്തിട്ട് ലേഡീസിന് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. റാമ്പ് വാക്ക് എന്ന് പറഞ്ഞിട്ട് വെറുതെ ചുമ്മാ ഒരു രസം. പക്ഷെ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ. കേരള തീം ആയതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇത്രയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വേറെ കോസ്റ്റ്യൂമോ കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ. കേരള തീം എന്ന് പറയുമ്പം ഇങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പ്രോഗ്രാംസൊക്കെ നല്ല അടിപൊളി തന്നെയായിട്ട് ചെയ്തു. നല്ല ആക്റ്റീവായിട്ട് എൻ്റെയൊക്കെ ഏജിലുള്ള, എന്നെക്കാൾ ഏജ് ആയിട്ടുള്ള ഒരുപാട് ചേച്ചിമാരൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ നന്നായിട്ട് പങ്കെടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ ഇതേ സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു മാഡത്തിനെ അനുമോദിക്കാൻ ഫെലിസിറ്റേഷൻ ഉണ്ടായിരുന്നു. അതായത് കൊറോണ സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടായവർക്ക് ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ഒരുപാട് പറഞ്ഞാൽ തരില്ല കേട്ടോ. അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തൊരു ചേച്ചിയാണ് ലൈജി വർഗീസ്. പണ്ട് ചിലപ്പോൾ അറിയുന്നുണ്ടാവുമായിരിക്കും. കൊറോണ സമയത്ത് അത്രയും അവർ ജീവൻ മറന്ന് സമൂഹത്തിന് വേണ്ടി നിന്നൊരു മാഡമായിരുന്നു. അദ്ദേഹത്തിന് ആ മാഡത്തിനെ വിളിച്ച് ആദരവ് നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു. പിന്നെ ഇത് മോള് ആങ്കറിങ് നന്നായിട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവൾക്കുള്ള ഒരു ആദരവായിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും അവളുടെ ആങ്കറിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ തന്നെ കുട്ടിയാണ് കേട്ടോ. 12 വർഷത്തിന് ശേഷമാണ് അവൾ വീണ്ടും ഇതുപോലെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. മോഹിനിയാട്ടം ഗംഭീരമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരുന്ന് പോയിട്ടോ. അത്രയ്ക്കും മനോഹരമായിട്ട് അവൾ ചെയ്തു. ഒരുപാട് വർഷത്തിന് ശേഷം ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടേ ഇല്ല.
അത്രയും മനോഹരമായിട്ട് ചെയ്തു കേട്ടോ. ഡാൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലയിച്ചിരുന്ന് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കും ബോറടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവും എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കുറച്ച് വലിയ ക്ലിപ്പായിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡാൻസ് പ്രേമികൾക്ക് ഇത് കണ്ടിരിക്കാൻ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്ന് കണ്ടു കേട്ടോ. അത്രയും മനോഹരമായിട്ട് അവളത് ചെയ്യും. മോളൊക്കെ ഇവളുടെ കൂട്ടത്തിൽ കുഞ്ഞിലൊക്കെ ഒരുപാട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു മോഹിനിയാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി എന്ന് പറയുമ്പം ഏജ് കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. ഇവരെല്ലാവരും അത്യാവശ്യം എന്നെപ്പോലെ അല്ലെങ്കിൽ കൂടുതൽ ഇതിലുള്ള 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും 30 എബോവ് ആയിട്ടുള്ള 30 അല്ല 40 എബോവ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം അവരുടെ ആ ഏജ് വെച്ച് നോക്കുമ്പോൾ അവർ നല്ല കുട്ടികളെ പോലെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല എഫേർട്ട് എടുത്ത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കേട്ടോ. ഞങ്ങളുടെ യൂത്ത് കണ്ണൂർ അസോസിയേഷനിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ എൻ്റെ മോളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ എല്ലാം ഞങ്ങളുടെ മക്കളോടൊപ്പം കളിച്ച് വളർന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ തന്നെയാണ് ഞങ്ങളുടെ അതിൻ്റെ ബാക്ക് ബോൺ എന്നൊക്കെ പറയണ ഒരു എനർജി എന്നൊക്കെ പറയണ ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കിടുക്കൻ പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ സോങ്ങൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഞാൻ ആദ്യം സോങ് കട്ട് ചെയ്യാതെ ഇട്ടപ്പോഴേക്കും എനിക്ക് കോപ്പിറൈറ്റ് വന്നു കേട്ടോ. അതുകൊണ്ട് സോങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഗാനമേള നല്ല കിടുക്കൻ പ്രോഗ്രാമായിരുന്നു. കുട്ടികളുടെയൊക്കെ പാട്ടും അവരുടെ വോയിസൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ. എത്ര കഴിവുള്ള കുട്ടികളല്ലേ ഇപ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും ഫംഗ്ഷനൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടോ. ഞാനും മോനും മാത്രമാണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ 2 വീലർ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം എനിക്ക് ഈ വീഡിയോ ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലൊക്കെ ചെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ച് തന്നെയാണ്. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ചോറ്, റൊട്ടി, ചപ്പാത്തി, നൂഡിൽസ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു. ഞാനൊരു ഇത്തിരി നൂഡിൽസ് മാത്രം എടുത്തു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പായസം കൂടെ കുടിച്ചിട്ട് ഞാനും മോനും വേഗം പോരുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഏകദേശം ഇപ്പം തന്നെ മണി 11:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോയി മോന് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഉറക്കി രാവിലെ 6 മണിക്ക് അവന് 6:45 സ്കൂളിൽ പോകേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും മോനും കൂടി പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഹസ്ബൻഡും മോളും അവരൊക്കെ കമ്മിറ്റിയിലെ ആക്റ്റീവ് മെമ്പേഴ്സ് ആയത് കാരണം പെട്ടെന്ന് വരാൻ പറ്റില്ല. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഗാനമേള കഴിഞ്ഞ് അപ്പം തന്നെ നേരെ താഴേക്ക് പോയി ഫുഡ് കഴിച്ചു കേട്ടോ. ഞാനും മോനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പോയി നന്നായിട്ടൊന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ലെങ്തി ആണെന്ന് തോന്നിയാൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.